അസ്സലാമു ഫർള് നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളും വിവരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫർള് നിസ്കാരം ഒരു ദിവസം 5 വഖ്ത് നിസ്കാരമാണ് എന്ന് എല്ലാ മുസ്ലിമീങ്ങൾക്കും വളരെ വ്യക്തമായി അറിയുന്ന കാര്യമാണ്. സുബ്ഹ്, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ. വെള്ളിയാഴ്ച ഉദറില്ലെങ്കിൽ ളുഹറിന്റെ പകരം ജുമുഅ, ഉദറുണ്ടെങ്കിൽ ളുഹർ നിസ്കാരം തന്നെ. ഈ 5 വഖ്ത് നിസ്കാരം അറിയാത്ത മുസ്ലിം ഇല്ല. 5 അല്ലാത്ത 6ാമത്തെ ഒരു ഫർള് നിസ്കാരം ഇല്ല. പിന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമുണ്ട്. അതിൽ എല്ലാ ദിവസവും നിസ്കരിക്കേണ്ടതായ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് റവാത്തിബ് സുന്നത്ത്. റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫർദ് നിസ്കാരത്തിന്റെ മുമ്പും പറകയും ഉള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. അതിന് റവാത്തിബ് സുന്നത്ത് എന്നാണ് പറയുന്നത്. ഈ നിസ്കാരങ്ങൾ 22 റക്അത്തുണ്ട് ഒരു ദിവസം. അത് സുബ്ഹി ഫർദിന് മുമ്പ് 2 റക്അത്ത്, ളുഹർ ഫർദിന് മുമ്പ് 4, ഫർദിന്റെ പറകെ 4, അസ്ർ ഫർദിന്റെ മുമ്പ് 4, മഗ്രിബ് ഫർദിന്റെ മുമ്പ് 2, പറകെ 2, ഇശാക്ക് മുമ്പ് 2, പറകെ 2. അങ്ങനെ 22 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഈ 22 റക്അത്ത് സുന്നത്ത് നിസ്കാരങ്ങളിൽ 10 റക്അത്ത് വളരെ ശക്തിയേറിയ സുന്നത്താണ്. അവ സുബ്ഹി ഫർദിന് മുമ്പുള്ള 2 റക്അത്ത്, ളുഹർ ഫർദിന് മുമ്പ് 2, ഫർദിന്റെ പറകെ 2, 6 ആയപ്പോൾ. മഗ്രിബിന്റെ പറകെ 2, 8, ഇശാന്റെ പറകെ 2, 10. ഈ 10 റക്അത്ത് വളരെ ശക്തിയേറിയ സുന്നത്താണ്. അതുകൊണ്ട് മറ്റുള്ള റക്അത്തുകൾ സുന്നത്തില്ല എന്നല്ല, ഇത്ര ശക്തിയുള്ളതല്ല എന്നർത്ഥം. ഈ സുന്നത്ത് നിസ്കാരങ്ങൾ ഇതിൽ സുബ്ഹിക്ക് മുമ്പ് എന്ന് പറഞ്ഞു. ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത്, പറകെ സുന്നത്തില്ല എന്ന്. ഒരാൾക്ക് ഫർദിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാൻ സൗകര്യം കിട്ടിയില്ല, എന്നാൽ ഫർദിന്റെ ശേഷം അവനക്ക് നിസ്കരിക്കാം. അല്ലെങ്കിൽ സൗകര്യം കിട്ടിയിട്ട് തന്നെ നിസ്കരിച്ചില്ല, എന്നാ പറകെ നിസ്കരിക്കാം. അതേപോലെ ഏത് ഫർദിന്റെ മുമ്പുള്ള നിസ്കാരവും മുമ്പ് നിസ്കരിച്ചില്ലെങ്കിൽ പറകെ നിസ്കരിക്കാം. ളുഹറിന്റെ മുമ്പുള്ളത് മുമ്പ് നിസ്കരിച്ചില്ല, പറകെ നിസ്കരിക്കാം. അസറിന്റെ മുമ്പുള്ളത് പറകയില്ല, അസറിന് മുമ്പുള്ളത് നിസ്കരിച്ചില്ലെങ്കിൽ പറകെ നിസ്കരിക്കാം. മഗ്രിബിന്റെ മുമ്പുള്ള നിസ്കരിച്ചില്ലെങ്കിൽ പറകെ നിസ്കരിക്കാം. അതേപോലെ ഇശാന്റെയും മുമ്പുള്ള നിസ്കാരം ഫർദിന്റെ പറകയായാൽ അത് ഖളാ അല്ല. റവാത്തിബ് സുന്നത്ത് ഖളാ ആവുന്നത് ഫർദ് നിസ്കാരം ഖളാ ആയാലാണ്. ഉദാഹരണത്തിന് സുബ്ഹി ഖളായാൽ സുബ്ഹിന്റെ സുന്നത്തും ഖളായി, ഖളാ വീട്ടിൽ സുന്നത്തുണ്ട്. എന്നാൽ ളുഹറിന്റെ മുമ്പ് 4, പറകെ 4, അസറിന്റെ മുമ്പ് 4 തന്നെ. ഈ മുമ്പ് 4 ഉള്ളത് 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുക. ഇതാണ് ഏറ്റവും ഉത്തമമായ രൂപം. അതേപോലെ പറകയുള്ളതും അസറിന് മുമ്പുള്ളതും. ഇങ്ങനെ 22 റക്അത്ത് റവാത്തിബ് സുന്നത്തുകളുണ്ട്. ഈ സുന്നത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. 22ഉം അതിൽ ശക്തിയേറിയ സുന്നത്ത് 10 റക്അത്ത്. ഇതെല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണിത്.
അതേപോലെ എല്ലാ ദിവസവും ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് വിത്ർ നിസ്കാരം. വിത്ർ നിസ്കാരത്തിന് റമളാൻ മാസത്തിൽ മാത്രമാണ് ജമാഅത്ത് സുന്നത്തുള്ളത്. റമളാന് അല്ലാത്ത സമയങ്ങളിൽ വിത്ർ നിസ്കാരമുണ്ട്, പക്ഷേ അതിൽ ജമാഅത്ത് സുന്നത്തില്ല. വിത്ർ നിസ്കാരം എപ്പോഴുമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്ത്, ഏറ്റവും അധികരിച്ചത് 11 റക്അത്ത്. 1 റക്അത്ത് നിസ്കരിച്ച് മതിയാക്കാം. പക്ഷെ എപ്പോഴും 1 റക്അത്ത് മാത്രം നിസ്കരിക്കുന്നത് അത്ര ഗുണമുള്ളതല്ല. ഒന്നിനേക്കാൾ അധികം 3 റക്അത്താണ്. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുക. പിന്നെ 5, 2 വട്ടം ഈ 2ഉം പിന്നെ 1ഉം. പിന്നെ 7, 3 വട്ടം ഈ 2 ഒരിക്കൽ 1. 9, പിന്നെ 4 വട്ടം ഈ 2ഉം 1 ഒരിക്കലും. പിന്നെ 11, 5 വട്ടം ഈ 2, അവസാനം 1 റക്അത്ത്. ഇതാണ് വിത്ർ നിസ്കാരം. ഇതിനേക്കാൾ അധികം വിത്ർ ഇല്ല, 11 മാത്രമാണ്. ഇത് നിസ്കരിക്കുന്ന ഏറ്റവും നല്ല രൂപമാണ് പറഞ്ഞത്. ഈ 2 റക്അത്ത് സലാം വീട്ടി അവസാനം 1 റക്അത്ത്. അത് 1, 3, 5, 7, 9, 11. ഇതും വളരെ ശക്തിയേറിയ സുന്നത്താണ്. ഇതും നമ്മളെപ്പോഴും നിസ്കരിക്കേണ്ടതാണ്. റമളാൻ മാസത്തിൽ ഇതിൽ ജമാഅത്ത് സുന്നത്തുണ്ട്. മാത്രമല്ല ഫാത്തിഹയും സൂറത്ത് ജഹറാക്കലും സുന്നത്തുണ്ട്. റമളാൻ അല്ലാത്തപ്പോൾ ഫാത്തിഹയും സൂറത്തും ജഹറാക്കൽ വിത്റിൽ സുന്നത്തില്ല. റമളാനിന്റെ 16ാമത്തെ രാത്രി മുതൽക്ക് വിത്റിൽ ഖുനൂത്ത് ഓതലും സുന്നത്തുണ്ട്. ഇതാണ് വിത്ർ നിസ്കാരം. ഇനി എല്ലാ ദിവസവും നിസ്കരിക്കേണ്ട മറ്റൊരു നിസ്കാരം ളുഹാ നിസ്കാരം. ളുഹാ നിസ്കാരം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് അതിന് ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് സമയം. അതെല്ലാം വിശദീകരിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയാം, ഏകദേശം അരമണിക്കൂർ, സൂര്യൻ ഉദിച്ച് അരമണിക്കൂർ കഴിഞ്ഞാൽ ളുഹാ നിസ്കാരത്തിന്റെ സമയമായി. ആ സമയത്തിന്റെ അവസാനം അത് തീരുന്നത് ളുഹറാവലോട് കൂടിയാണ്. ളുഹറായാൽ ളുഹാ നിസ്കാരം ഖളായി, പിന്നെ അത് ഖളാ വീട്ടൽ സുന്നത്തുണ്ട്. ളുഹാ നിസ്കാരത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ റക്അത്തുകൾ 2, പിന്നെ 4, പിന്നെ 6, 8, ഇങ്ങനെ 8 റക്അത്തുകൾ. ഏറ്റവും നല്ലത് അതാണ് 8 റക്അത്ത് നിസ്കരിക്കൽ. പിന്നെ 10, 12 വരെ അധികമാക്കാം. 12 നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് 8 റക്അത്ത് നിസ്കരിക്കൽ. അതിനാണ് കൂലി അധികം എന്ന്. കുറഞ്ഞതിന് അധികത്തിനേക്കാൾ അധികം അള്ളാഹു കൂലി കൊടുക്കുന്നു. അത് പിന്നെ അള്ളാഹിന്റെ തീരുമാനമാണ്. 8 നല്ലത്. വിത്റാവട്ടെ, ളുഹായാവട്ടെ, ഇനി തഹജ്ജുദ് നിസ്കാരമാവട്ടെ, പതിവാക്കുന്ന ആൾക്ക് എല്ലാ ദിവസവും നിസ്കരിച്ച് പതിവാക്കാൻ സാധിക്കുന്ന അത്ര നിസ്കരിക്കലാണ് നല്ലത്. ഒരു ദിവസം 8 നിസ്കരിച്ച് പിറ്റേന്ന് 2, ഏറ്റൊന്നും ഇല്ല, അങ്ങനെ വേണ്ട. 2 റക്അത്ത് പതിവാക്കാൻ സാധിക്കുന്ന 2. വിത്ർ 3 പതിവാക്കാം, നല്ലത് 3. പിന്നെ അപൂർവമായിട്ട് എപ്പോഴെങ്കിലും അതിനേക്കാൾ അധികം നിസ്കരിച്ചൂടാ എന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. പതിവാക്കാൻ സാധിക്കുന്ന അത്ര നിസ്കരിക്കുക എന്ന്. ചിലപ്പോൾ സമയം കിട്ടുമ്പോൾ അധികം നിസ്കരിച്ചൂടാ എന്നുള്ള അർത്ഥത്തിനല്ല. ചിലയിടത്തൊക്കെ റമളാൻ 27-ന് 11 റക്അത്ത് നിസ്കരിക്കലുണ്ട്, നല്ലതാണ്. അതുകൊണ്ട് എപ്പോഴും പതിവാക്കുന്ന 3 റക്അത്തല്ല, ഇന്ന് 3 റക്അത്ത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിക്കേണ്ട ആവശ്യമില്ല. നിസ്കരിച്ചോളാം. പിന്നൊരു നിസ്കാരം, എല്ലാ ദിവസവുമുള്ള നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏതാത്?
രാത്രി ഇശാനെ നിൽക്കിച്ച് കിടന്ന് ഉറങ്ങിയാൽ ഉറക്കിന്റെ ശേഷം എണിച്ച് നിസ്കരിക്കാം. ഉറക്കിന്റെ ശേഷം എണിച്ച് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം അത് തഹജ്ജുദ്. ഏറ്റവും എളുപ്പം നമ്മൾക്ക് അത്താഴ സമയമായാൽ നോമ്പിന് അത്താഴത്തിന് എണീക്കുന്നുണ്ട്, അങ്ങനെയായി. നോമ്പല്ലാത്ത സമയത്ത് രാത്രിന്റെ അവസാനം എണീച്ചാൽ തഹജ്ജുദ് നിസ്കരിച്ച് പിന്നെന്ത് ചെയ്യാ, സുബഹി നിസ്കരിക്കാമല്ലോ. സുബഹി ആയിക്കഴിഞ്ഞാൽ സുബഹി നിസ്കരിക്കാം. അങ്ങനെ തഹജ്ജുദ് രാത്രിയുള്ള നിസ്കാരം വലിയ ശ്രഫാക്കപ്പെട്ട നിസ്കാരമാണ്. അത് ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത്, പിന്നെ അധികം എത്രയും ആവാം. അത് മുത്തലഖായ സുന്നത്താണ്, എത്രയും ആവാം തഹജ്ജുദ് നിസ്കാരം. ഈ നിസ്കാരങ്ങൾ എല്ലാ ദിവസവും ഉള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ്. പിന്നെ കാരണങ്ങളെ കൊണ്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഒരു കുറേയുണ്ട്. ഉദാഹരണത്തിന് പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഏതു സമയത്തും. പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്ത് എന്നാണ് അതിന് പേര്. കുളിച്ചിട്ട് വന്നാൽ 2 റക്അത്ത് സുന്നത്തുണ്ട്. നിക്കാഹ് ഉദ്ദേശിക്കുമ്പോൾ നിക്കാഹിന് മുമ്പ് വലിയും പുതിയാപ്പിളയും രണ്ടാളും ഈ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അത് ഹജ്ജിന്റെയും ഉംറന്റെയും യാത്രയ്ക്ക് മാത്രമല്ല, ഏത് യാത്രക്കും, ഹലാലായ ഏത് യാത്ര പോകുമ്പോഴേക്കും സുന്നത്തുണ്ട്. യാത്ര തീർന്ന് തിരിച്ച് നാട്ടിലെത്തിയാൽ 2 റക്അത്ത് അടുത്തുള്ള പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കുക. ഇനി പള്ളിയിൽ സൗകര്യമില്ലെങ്കിൽ നിസ്കാരം പോയി എന്നൊക്കെണ്ട പുരയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കാം. ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും സുന്നത്താവുന്ന നിസ്കാരമുണ്ട്. അത് കാരണം കൊണ്ട്. നേരത്തെ പറഞ്ഞത് എല്ലാ ദിവസവും ഉള്ള നിസ്കാരമാണ്. ഈ നിസ്കാരങ്ങളൊന്നും ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ്. അതിൽ വിത്ർ റമളാനിൽ മാത്രം ജമാഅത്ത്, ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ജമാഅത്ത് സുന്നത്തില്ല. ഇനി ജമാഅത്ത് സുന്നത്തുള്ള കുറെ നിസ്കാരങ്ങളുണ്ട്. അതിപ്പോ തറാവീഹ് ജമാഅത്ത് സുന്നത്തുള്ളതാണ്. ജമാഅത്ത് ഇല്ലെങ്കിലും സുന്നത്ത്, ജമാഅത്തില്ല നിസ്കരിക്കാതിരിക്കരുത്. ജമാഅത്ത് ഇല്ലെങ്കിലും തനിച്ച് ഓരോരുത്തർ നിസ്കരിക്കൽ സുന്നത്താണ്. പക്ഷെ അതിൽ ജമാഅത്ത് സുന്നത്തുണ്ട്. പിന്നെ വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, 2 പെരുന്നാൾ നിസ്കാരങ്ങൾ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ്. അത് ഫർളല്ല. പെരുന്നാൾ നിസ്കാരം ഫർളല്ല, സുന്നത്താണ്. അതേപോലെ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം പിടിച്ചാലുള്ള നിസ്കാരം അത് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ്. മഴയെ തേടി നിസ്കരിക്കലുണ്ട്. അതിന് കുറെ നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിസ്കാരത്തിനും ജമാഅത്ത് സുന്നത്താണ്. ഇങ്ങനെ ജമാഅത്ത് സുന്നത്തുള്ള, ജമാഅത്ത് സുന്നത്തില്ലാത്ത ഇങ്ങനെയുള്ള പല നിസ്കാരങ്ങളും ഉണ്ട്. എന്നാൽ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരവും ജമാഅത്ത് സുന്നത്തില്ലാത്തതും നോക്കിയാൽ ഏറ്റവും വാർന്നത്, അഫ്ളല്, ശ്രേഷ്ഠമായത് അത് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ്. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്തതിനേക്കാൾ അഫ്ളലാണ്, ഉത്തമമാണ്. പക്ഷെ അവിടെ ഒന്നുണ്ട്. ദിവസവും നിസ്കരിക്കുന്ന റവാത്തിബ് നിസ്കാരം, റവാത്തിബ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല. തറാവീഹിന് ജമാഅത്ത് സുന്നത്തുണ്ട്. ജമാഅത്ത് സുന്നത്തുള്ള തറാവീഹിനേക്കാൾ ഉത്തമമായ നിസ്കാരം എല്ലാ ദിവസവും ഉള്ള ഈ റവാത്തിബ് നിസ്കാരം, ഫർളിന്റെ മുമ്പും പറകയുമുള്ള സുന്നത്ത് നിസ്കാരമാണ്. തറാവീഹിന് ജമാഅത്ത് സുന്നത്തുണ്ടെങ്കിലും റവാത്തിബിൽ ജമാഅത്ത് സുന്നത്ത് ഇല്ലെങ്കിലും
റവാത്തിബ് സുന്നത്ത് നിസ്കാരമാണ് തറാവീഹിനേക്കാൾ ഉത്തമം എന്ന്. ഇങ്ങനെ കുറേ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഇനി മുത്തലക്ക് സുന്നത്ത് എന്ന് കുറേ നിസ്കാരം, ഇപ്പൊ തസ്ബീഹ് നിസ്കാരമുണ്ട്, അത് മുത്തലക്ക് സുന്നത്താണ്. തസ്ബീഹ് നിസ്കാരത്തിന്റെ രൂപം പലർക്കും അറിയാം, ചിലർക്ക് അറിയാത്തവരും ഉണ്ടാവാം. തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. ഞാൻ തസ്ബീഹ് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തിട്ട് നിസ്കാരം തുടങ്ങാം. 4 റക്അത്ത്, ഈ 2 റക്അത്തായി നിസ്കരിക്കലാണ് നല്ലത്. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുക. അത് വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി, ഒരു സൂറത്ത് ഓതുക. പാഠമുണ്ടെങ്കിൽ അൽഹാഖ് മുത്തക്കാസുർ ആദ്യത്തെ റക്അത്തിൽ, രണ്ടാമത്തേല് വൽഅസ്രി, മൂന്നാമത്തേല് അങ്ങനെ രണ്ടാമത് നിസ്കരിക്കുന്ന 2 റക്അത്തിന് ആദ്യത്തേല് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പിന്നെ അതിൽ രണ്ടാമത്തേല് ഖുൽ ഹുവല്ലാഹ്. ഇങ്ങനെ ഓതല നല്ലതല്ലാത്തവർക്ക് പാഠമുള്ള സൂറത്ത് ഓതാം. ഓത്ത് കഴിഞ്ഞാൽ 15 വട്ടം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം എന്ന് പറയാം. അവിടുന്ന് റുക്കൂയിലേക്ക് പോയി റുക്കൂഇന്റെ തസ്ബീഹ് കഴിഞ്ഞ് 10 വട്ടം ഇതേ തസ്ബീഹ്, 25ആയി. ഏത്തിദാലിലെ ദിക്ർ കഴിഞ്ഞ് 10 വട്ടം, 35. ആദ്യത്തെ സുജൂദിന്റെ തസ്ബീഹ് കഴിഞ്ഞ് 10 വട്ടം, 45. ഇടയിലിരുത്തത്തിന്റെ തസ്ബീഹ് കഴിഞ്ഞ് 10, 55. രണ്ടാമത്തെ സുജൂദിന്റെ തസ്ബീഹ് കഴിഞ്ഞിട്ട് 10, 65. അവിടുന്ന് എണീച്ചിരിക്കുക. അതിന് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയും. സാധാരണ ഫർള് നിസ്കാരത്തിനും ഇപ്പൊ 4 റക്അത്തുള്ള നിസ്കാരത്തിൽ 2 റക്അത്തുള്ള എല്ലാത്തിനും അത്തഹിയ്യാത്തിന്റെ സ്ഥലം അല്ലാത്തയിടത്ത് എണീച്ച് നിൽക്കുമ്പോൾ ഒരു ചെറിയ ഇരുത്തം സുന്നത്തുണ്ട്. ആ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, അതിൽ വേറെ തസ്ബീഹ് ഇല്ല. ഇതന്നെ 10 വട്ടം ചൊല്ലുക, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. എന്നിട്ട് അവിടുന്ന് എണീക്കുക. അവിടുന്ന് നൃത്തത്തിലേക്ക് പോകുമ്പോൾ തക്ബീർ വേണ്ട. എന്താ, ഈ സുജൂദിൽ നിന്ന് ഇരുത്തത്തിലേക്ക് വരുമ്പോൾ തക്ബീർ ഇല്ല. ഇങ്ങനെ 75 തസ്ബീഹ്. രണ്ടാമത്തെ റക്അത്തിലും ഇതേപോലെ. പക്ഷേ രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്ത് ഓതിയതിന് ശേഷം. അപ്പൊ 150 തസ്ബീഹായി. പിന്നെ 2 റക്അത്ത്, അതിലും ഇതേപോലെ. അപ്പൊ 300 തസ്ബീഹായി. ഈ തസ്ബീഹ് നിസ്കാരം എപ്പോഴും നിസ്കരിക്കാം. ഒരു ദിവസം എത്ര വട്ടം വേണമെങ്കിലും നിസ്കരിക്കാം. ചുരുങ്ങിയത് ഒരു ദിവസം 1 വട്ടം, സാധിക്കുന്നില്ലെങ്കിൽ ആഴ്ചക്കൊരു വട്ടം, അതും സാധിക്കുന്ന മാസത്തിനൊരു വട്ടം, ഇല്ലെങ്കിൽ കൊല്ലത്തിനൊരു വട്ടം. ആയുസ്സിലൊരിക്കലെങ്കിലും നിസ്കരിച്ചില്ലെങ്കിൽ ദീനിനോട് വലിയൊരു ബഹുമാനമുള്ള ആളെന്ന ആളെ പറ്റി പറയാൻ പറ്റൂലെന്ന് നമ്മളെ മുൻഗാമികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തസ്ബീഹ് നിസ്കാരം. പക്ഷേ ഈ തസ്ബീഹ് നിസ്കാരം മുത്തലക്കായ സുന്നത്തായതുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ലാത്തൊരു സമയമുണ്ട്. ഒരു സമയമല്ല, 3 സമയം. ഏതാ അത്? 1, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സുബ്ഹി നിസ്കാരത്തിന്റെ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സൂര്യൻ ഉദിച്ച് 1 അരമണിക്കൂർ കഴിയുന്ന അതുവരെ മുത്തലക്കായ സുന്നത്തിന് ഒരു കാരണവുമില്ലാത്ത നിസ്കാരം, അതിൽപ്പെട്ടതാണ് തസ്ബീഹ് നിസ്കാരം. ആ നിസ്കാരം ഈ സമയത്ത് പാടുള്ളതല്ല, ഹറാമാണ്. നിസ്കരിച്ച അത് നിസ്കാരമാവുന്നതല്ല. ആ നിസ്കാരത്തിൽ തക്ബീർ തന്നെ കെട്ടുകൊടുക്കില്ല, നിസ്കാരം കെട്ടുകൊടുക്കുകയില്ല. അതേപോലെ അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ ഉറൂബ് വരെ, അസ്തമാനം വരെ മുത്തലക്കായ ഒരു കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരം പാടുള്ളതല്ല. പിന്നെ നട്ടുച്ച സമയത്ത്, സൂര്യൻ നട്ടുച്ചയിലാവുന്ന സമയം, നേരെ കിഴക്കുമല്ല പടിഞ്ഞാറുമല്ല, മധ്യത്തിലായി. ആ സമയത്ത്, അത് ഒരു സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ അത് കെട്ടുകൊടുക്കുകയില്ല. അതിന് മുമ്പേ തുടങ്ങിയ നിസ്കാരം ആ സമയത്ത് ഇതങ്ങനെ കടന്നുപോയാൽ ദോഷമില്ല. ഇങ്ങനെ കാരണമില്ലാത്ത നിസ്കാരം ഈ സമയങ്ങളിൽ നിസ്കരിക്കാൻ പാടുള്ളതല്ല. അതേപോലെ
ചിലപ്പോൾ കാരണമുണ്ടാവും, പക്ഷെ നിസ്കാരത്തിന്റെ പറകെയാണ് കാരണം. എന്നാൽ അതും പാടില്ല. മനസ്സിലായിട്ടില്ല. നിസ്കാരത്തിന്റെ പറകെ കാരണം എന്ന് പറഞ്ഞാൽ സഫർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 റക്അത്ത് നിസ്കരിക്കുന്നു. നിസ്കാരത്തിന്റെ കാരണം എന്താ? സഫർ. നിസ്കാരം ആദ്യം, സഫർ പറകെ. അപ്പൊ കാരണം പിന്തി. അങ്ങനെയുള്ള നിസ്കാരം ഈ സമയത്ത് പാടില്ല. കാരണം മുൻകത് പറ്റും. ഇതുപോലെ ഒരാൾ പള്ളിയിൽ കയറി തഹിയ്യത്ത് സുന്നത്തുണ്ട്. എന്താ പള്ളിയിൽ കയറൽ കാരണം? ആദ്യം പള്ളിയിൽ കയറി പിന്നെ നിസ്കാരം. അത് പാടുണ്ട്. അതുകൊണ്ട് ഈ 3 സമയങ്ങളിൽ മുത്തലക്കായ സുന്നത്ത് പാടില്ല. പിന്നെ സുബഹി നിസ്കാരത്തിന്റെ സുന്നത്ത് മുമ്പുള്ളത് നിസ്കരിച്ചില്ലെങ്കിൽ പറകെ നിസ്കരിക്കുന്നതിന് തെറ്റില്ല. അസറിന്റെ മുമ്പുള്ള സുന്നത്ത് മുമ്പ് നിസ്കരിച്ചില്ലെങ്കിൽ പറകെ നിസ്കരിക്കുന്നതിന് എന്തില്ല? തെറ്റില്ല. വേറെ നിസ്കാരം ഖളാ വീട്ടുന്നതിന് തെറ്റില്ല. അസറിന്റെ ശേഷം പള്ളിയിൽ കയറിയ, സുബഹിന്റെ ശേഷം പള്ളിയിൽ കയറിയ തഹിയ്യത്ത് നിസ്കാരം അത് നിസ്കരിക്കാം, അതിൽ തെറ്റില്ല. ഇങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങൾ, ജമാഅത്ത് സുന്നത്തുള്ളതും ഇല്ലാത്തതും, ഈ നിസ്കാരങ്ങളെല്ലാം നിസ്കരിച്ച് പരിശുദ്ധ റമളാനിലും അല്ലാത്തപ്പോഴും ഇത് പതിവാക്കുക. റമളാൻ മാസത്തിൽ കുറെ ഖുർആനോത്തും നിസ്കാരവും തസ്ബീഹുകളും ദിക്റുകളും സലാത്തുകളും എല്ലാം അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, അത് ദിക്റാണ്, വലിയ പുണ്യമേറിയതാണ് എന്ന് കരുതി ചിലയിടത്ത് രാത്രി പാതിര സമയത്ത്, അത്തായ സമയത്ത് മൈക്ക് വെച്ചിട്ട് അശ്റഖ, പിന്നെ ചിലയിടത്ത് യാ അക്രം, പിന്നെ ചിലയിടത്ത് വിത്തിരിയാൻ്റെ ചില കാഫിയകൾ, അല്ലെങ്കിൽ കുറേ സലാത്ത്, റമളാൻ മാസമല്ലേ നല്ലത് എന്നിങ്ങനെ ചിലത് കേൾക്കാം. പക്ഷേ സലാത്ത്, ദിക്ർ, ബൈത്ത് എല്ലാം നല്ലത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്. അത് ഈ മൈക്കിലാകുമ്പോഴേക്ക് പാതിരാ സമയത്ത് രോഗികളുണ്ടാവും, കുട്ടികളുണ്ടാവും ഉറങ്ങണം. അതുപോലെ നോമ്പനുഷ്ഠിക്കാത്ത ആളുകൾ പലരും ഉണ്ടല്ലോ, അവരൊക്കെ നല്ല ഉറങ്ങുന്ന സമയമാണ്. വയസ്സന്മാര്, രോഗികള്, അല്ലാത്ത ജാതിക്കാര് ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും വലിയ വിഷമാണ്. അതുകൊണ്ട് ആ രാത്രിയിലുള്ള ശബ്ദം അത് ഇല്ലാതെയാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. രാത്രി അങ്ങനെയുള്ള ശബ്ദം വേണ്ട. ഉറങ്ങുന്ന ആളുകളെ ബുദ്ധിമുട്ടിച്ചും കൊണ്ട് ഖുർആൻ ഓതലോ മറ്റു നല്ല കാര്യം ഏതാണെങ്കിൽ ഖുർആൻ ഓതലല്ലാത്തതാണെങ്കിലും അത് അരുത് എന്നല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നല്ല നിലക്ക് നമ്മൾക്ക് പരിശുദ്ധ റമളാനെ ആദരിച്ച് അതിനെ യാത്ര അയക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈമാനോടെ ജീവിപ്പിച്ച് ഈമാനോടെ വഹിപ്പിച്ച് തരുമാറാവട്ടെ.